കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സഞ്ജയ് റോയ്ക്ക് ഇന്ന് കോടതി ശിക്ഷ വിധിക്കും. സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അനിർബൻ ദാസാണ് വിധി പ്രസ്താവിക്കുക. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. ഇന്നാണല്ലോ വിധി വരുന്നത്. എപ്പോഴാണ് വിധി പ്രസ്താവിക്കുന്നത്? പരമാവധി ശിക്ഷ നൽകാനുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി അനിർബൻ ദാസ് ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം നടത്തുക എന്നാണ് കരുതുന്നത്. കാരണം 12:30 ഈ സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നു. തുടർന്ന് ആദ്യം ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്ന സഞ്ജയ് റോയ്ക്ക് ശിക്ഷ സംബന്ധിച്ചുള്ള ഹ്രസ്വമായ വാദം നടക്കുന്നതായിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജഡ്ജി ശിക്ഷ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നാണ് കരുതുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം ഈ സിയാൽദ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. ഈ ബലാത്സംഗം, കൊലപാതകം തുടങ്ങി പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളെല്ലാം തന്നെ പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ഈ സെഷൻസ് കോടതി ജഡ്ജി തൻ്റെ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിക്കുന്ന വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ ലഭിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും അതുകൊണ്ട് തന്നെ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷനായ CBI കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ ആവശ്യം തന്നെ CBIയുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം ശാസ്ത്രീയമായ തെളിവുകളിലൂടെ ഈ കുറ്റങ്ങളെല്ലാം തെളിയിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CBI ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം താൻ നിരപരാധിയാണ് എന്നും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നും ഒരു IPS ഉദ്യോഗസ്ഥനെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുമൊക്കെയുള്ള ഒരു ആരോപണം കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവത്തിനിടയിൽ ഈ സഞ്ജയ് റോയ് കോടതിയിൽ പറഞ്ഞിരുന്നു. അന്ന് ഈ ജഡ്ജി അനിർബൻ ദാസ് പറഞ്ഞിരുന്നത് ഇക്കാര്യങ്ങളെല്ലാം ഇന്ന് പരിഗണിക്കാം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജയ് റോയുടെ ഒരു ഹ്രസ്വമായ വാദം കൂടി കോടതിയിൽ നടക്കുന്നതായിരിക്കും. അദ്ദേഹം തൻ്റെ നിരപരാധിത്വം കോടതിയിൽ ആവർത്തിച്ച് പറയുവാനാണ് സാധ്യത. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്നലെ സഞ്ജയ് റോയുടെ മാതാവ് കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. തൻ്റെ മകന് തൂക്കുകയർ കിട്ടിയാൽ പോലും തനിക്കത് എതിർപ്പില്ല എന്നും ആ വിധി താൻ സ്വാഗതം ചെയ്യുമെന്നുമാണ് ഈ സഞ്ജയ് റോയുടെ മാതാവ് കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ന് ഈ വിധി പ്രസ്താവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സിയാൽദ കോടതിക്ക് ചുറ്റുപാടും വലിയ തീർച്ചയായിട്ടും ഇന്ന് വിധി വരികയാണ്. എനിക്ക് തോന്നുന്നു രാജ്യം ഉറ്റുനോക്കുന്നൊരു വിധിയാണ്. മാതാവ് പോലും പ്രതിയുടെ മാതാവ് പോലും പ്രതികരിച്ചിരിക്കുന്നത് തൂക്കുകയർ കിട്ടിയാലും ഞാനതിനെ അംഗീകരിക്കും മനസ്സുകൊണ്ട് എന്നാണ്. ഒരു അമ്മയുടെ ദുരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? മക്കളൊക്കെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ ഒരു മാതാവ് എത്രത്തോളം ദുഃഖത്തോടു കൂടിയായിരിക്കും അത് പറയേണ്ടി വരിക എന്നതുകൂടി ആലോചിക്കണം നമ്മൾ ഈ ഘട്ടത്തിലെന്ന് തോന്നുന്നു. ഏതായാലും വിധി വരികയാണ്. ഇന്ന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷനായ CBI ആവശ്യപ്പെട്ടുള്ളത്. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു.